ചേച്ചിയുടെ ലൈഫിന്റെ പെർസ്പെക്റ്റീവ്സ് വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട് ആസ് ആൻ ആക്ടർ. അപ്പോൾ അത് ഒരു നോൺ ഫേസ് എന്ന സ്ഥിതിക്ക് ഒരുപാട് വിമർശനങ്ങളും നേരിട്ടിട്ടുണ്ട്, അല്ലാതെ അക്സെപ്റ്റൻസ് നേരിട്ടുണ്ട്. അപ്പോൾ ഒരു ആക്ട്രസ് എന്നല്ല നിലയിൽ അതൊരു ഗുണമാണോ അത് ബാക്ക് ഫെയർ ചെയ്തിട്ടുണ്ടോ? ഒരു ബുക്ക് ഇപ്പോൾ എഴുതിണ്ടായി, ഓട്ടോബയോഗ്രഫി. സിനിമ എന്ന് പറയുന്ന മേഖലയെ ഒന്നും എഫക്റ്റ് ചെയ്യില്ല. ഇഫ് യു ആർ എൻ അക്സെപ്റ്റഡ് ആക്ടർ ബൈ ദ ഇൻഡസ്ട്രി ആൻഡ് ബൈ ഓഡിയൻസ്, അത് ഓൾറെഡി ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ആയതിനു ശേഷം ഞാൻ മറ്റേ ബുക്കും എൻ്റെ പേഴ്സണൽ വ്യൂസ് പ്രകടിപ്പിക്കാൻ വേണ്ടി പോയിട്ടുള്ളൂ. നമ്മുടെ പേഴ്സണൽ വ്യൂസ് സിനിമയ്ക്കെതിരെ അല്ലെങ്കിൽ സിനിമയിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ ആണെങ്കിൽ നമ്മളെ എഫക്റ്റ് ചെയ്യും. ഞാൻ പറയുന്ന സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ വിമൻസ് ഹെൽത്ത് അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് എന്നുള്ള ടോപ്പിക്സ് ഒരു വിധത്തിലും എൻ്റെ സിനിമ കരിയറിനെയോ സിനിമയിലുള്ള പ്രവർത്തകരെയോ അല്ലെങ്കിൽ പ്രേക്ഷകരെയോ ആക്ടർ എന്ന നിലയ്ക്ക് ഇറിറ്റേറ്റ് ചെയ്യുന്നില്ല. ഞാനൊരു ആക്ട്രസ് ആയിട്ട് ഇവിടെ വന്നിരിക്കുമ്പോൾ ഞാൻ ഒരു തത്വങ്ങളും പറയുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ ഞാൻ ഇവിടുത്തെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. എന്നോട് എൻ്റെ ബുക്കിനെ കുറിച്ചോ എൻ്റെ സ്പിരിച്വാലിറ്റീനെ കുറിച്ചുള്ള വിശ്വാസങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചാൽ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും കിട്ടുക. അതാ ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ഏത് ജോലിയാണോ ചെയ്യുന്നത് അതിൽ ഫോക്കസ്ഡ് ആയിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു ഐ ബിലീവ് ദാറ്റ്സ് ഹൗ ഇറ്റ് ഷുഡ് ബി. അതായത് ഞാനിവിടെ കുക്ക് ചെയ്യാൻ വരുമ്പോൾ അടിച്ചു വരുന്ന കാര്യം പറയരുത്, അതുപോലത്തെ ഒരു കാര്യമേ ഉള്ളൂ. പക്ഷെ എന്നെ ഒരിക്കലും അത് മോശമായിട്ട് ബാധിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരു കാര്യം, ഞാൻ ആരെയും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഒന്നും ചെയ്യുന്നത്. ഞാൻ എൻ്റെതായ ഒരു ലൈഫ് പേർപ്പസ് ആണെന്ന് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ 100% ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. സോ ഇംഗ്ലീഷ് ബുക്ക് ദ ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ് ഇപ്പോൾ പെൻഗ്വിൻ്റെ 8th എഡിഷൻ പബ്ലിക്കേഷനിലാണ്. അപ്പോൾ 8th എഡിഷൻ ഇസ് ടിൽ 8 എഡിഷൻസ് വി ഹവ് സോൾഡ് കോപ്പീസ്. DC ബുക്സ് മലയാളം ഇപ്പോൾ 12th എഡിഷനിലാണ്. സോ ആസ് എൻ ഓത്തർ ഇറ്റ് ഹാസ് വർക്ക്ഡ് ഔട്ട് വെരി നൈസ്ലി. അതെൻ്റെ ഒരു ലൈഫ് പേർപ്പസ് ആണെന്ന് തോന്നിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ബിക്കോസ് 20-25 years or 30 years ഓഫ് സ്പിരിച്വൽ സെർച്ചിൻ്റെ എൻഡിൽ ഞാൻ പലപ്പോഴും ഈ പറഞ്ഞ ചോദ്യത്തിനെ പേടിച്ചിട്ടാണ്. ഞാനൊരു ആക്ടറാണ്, ഞാൻ ഇതൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ സിനിമ ഇൻഡസ്ട്രിയിൽ എന്നെ എഫക്റ്റ് ചെയ്യില്ല എന്ന് എനിക്കിപ്പോൾ ഓൾറെഡി നന്നായിട്ട് അറിയാം. ബിക്കോസ് എല്ലാവരുമായിട്ട് വ്യക്തിപരമായിട്ട് അവർക്ക് അറിയാം ഓൾറെഡി. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും സിനിമയിലുള്ളവർക്ക് പുതുമ ഉണ്ടായിരുന്നില്ല. എൻ്റെ കൂടെ ആക്ട് ചെയ്യുന്ന ഇപ്പോൾ അജു വർഗീസ് ഒക്കെ പറഞ്ഞു, നിങ്ങളിപ്പോഴല്ലേ കേൾക്കുന്നുള്ളൂ, നമ്മളിത് കേട്ടു തുടങ്ങിയിട്ട് കുറേയായി. അപ്പോൾ ആ പേടി ഉണ്ടായിരുന്നില്ല, പക്ഷെ പ്രേക്ഷകർ എങ്ങനെ എടുക്കും എന്നുള്ള പേടി ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഭാഗ്യത്തിന് ഇതൊക്കെ പ്രേക്ഷകർ ആദ്യം ഞെട്ടിയപ്പോൾ കൂടെ ഞാൻ ഞെട്ടേണ്ട വന്നില്ല. അപ്പോഴേക്കും എൻ്റെ ലൈഫ് തിരിഞ്ഞു, ഞാൻ കല്യാണം കഴിച്ചു, ഞാൻ അമേരിക്കയിൽ പോയി തിരിച്ചു വന്നപ്പോഴേക്കും ആൾക്കാരൊക്കെ ഇപ്പൊ വലിയ കുഴപ്പമില്ലല്ലേ ചേച്ചി പറയുന്നതൊക്കെ ഞങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവുന്നുണ്ടെന്നാ പറയുന്നത്. അതെ അതെ, അപ്പൊ മനസ്സിലായില്ലെങ്കിലും ഒരു 2 വർഷത്തെ ഗ്യാപ്പ് കിട്ടിയപ്പോ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടു പോകുന്നു.